അസ്സലാമു അലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയാണ് കേട്ടോ. എല്ലാ ജോലികളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കിച്ചണ് പെട്ടെന്ന് ദുർഗന്ധം ഉണ്ടാവില്ലേ, വൃത്തിയാക്കിയില്ലെങ്കിൽ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള നല്ലൊരു ഈസി ടിപ്പാണ് 3 അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഗ്യാസ് സ്റ്റവ് ആണല്ലേ, പെട്ടെന്ന് വൃത്തിയാക്കിയില്ലെങ്കിൽ ഒരു കറയൊക്കെ പിടിച്ചിടും. അപ്പോൾ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു സൊല്യൂഷനാണ് കേട്ടോ. സിമ്പിളാണ്. അതും തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിൽ കഴുകിയാൽ. ഇതുപോലെ നല്ലതുപോലെ എല്ലാവിടെയും സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് ആദ്യം തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് നന്നായിട്ട് കഴുകിയെടുക്കാൻ നോക്കാം. ഇതപ്പോൾ സ്പ്രേ നന്നായിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു പഴയ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് തേച്ചെടുക്കാം കേട്ടോ. പിന്നെ എല്ലാവരും ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാവരും വെള്ളം ഒഴിച്ചിട്ടായിരിക്കും ക്ലീൻ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. ലിക്വിഡ് എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് ഇതേ രീതിക്ക് എടുത്തിട്ട് നന്നായിട്ടൊരു കോട്ടൺ ക്ലോത്ത് എടുക്കുക, കോട്ടൺ ടവൽ എടുത്തിട്ട് ഇതേ രീതിക്ക് ഒന്ന് തുടച്ചു കൊടുക്കുക. എല്ലാവരും വെള്ളം ഒഴിച്ചിട്ടായിരിക്കും കഴുകണതില്ലേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ എത്ര നീറ്റിലാണ് തുടച്ചെടുക്കുന്നത്, അതുപോലെ നല്ല വൃത്തിയാകും. വെള്ളത്തിൽ കഴുകുമ്പോൾ ആ വെള്ളം തന്നെ ആദ്യം തുടയ്ക്കാനൊക്കെ നിൽക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതേപോലെ നിങ്ങൾക്ക് വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ എത്രത്തോളം നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അതേപോലെ കൈയോടെ തന്നെ താഴ്ത്തും തുടച്ചെടുക്കുക. പിന്നെ ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ടവലും കൊണ്ട് നന്നായി തുടച്ചെടുക്കാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അംശം നിങ്ങൾ കണ്ടില്ലേ, വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഞാൻ ആക്കിയിട്ടില്ല കേട്ടോ. വെറും ആ ഒരു ലിക്വിഡ് മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്ത് നന്നായി തേച്ച് തുടച്ചെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയൊന്ന് നിങ്ങളും ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു നല്ല വൃത്തിയായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും വരില്ല. അപ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ വെള്ളമൊഴിച്ച് കഴുകണം, എന്തൊക്കെ ചെയ്യണം. ദിവസം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമ്മളെ ഗ്യാസ് സ്റ്റോപ്പ് ഇതുപോലെ നല്ല പുത്തൻ ഇന്ന വാങ്ങിയത് തോന്നിട്ടോ അതേപോലെ കിടക്കും. നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കട്ടോ. എല്ലാ കുക്കിങ് കഴിഞ്ഞ ശേഷം ഇതേപോലെ നിങ്ങളും ചെയ്തെടുക്കാം. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പ് നോക്കേണ്ടത് അതേപോലെ തന്നെയാണ് നമ്മുടെ കൗണ്ടർ ടോപ്പും. എന്തായാലും കൗണ്ടർ ടോപ്പിൽ നമ്മൾ ഒരുപാട് കുക്കിംഗ് ചെയ്യുന്ന സ്ഥലം കൗണ്ടർ ടോപ്പാണല്ലേ. ഇതേപോലെ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക ലിക്വിഡ്. എന്നിട്ട് നന്നായിട്ട് തന്നെ ആ ഒരു സ്ക്രബ്ബർ കൊണ്ട് നന്നായിട്ട് ഇതേ രീതിക്കൊന്ന് തേച്ചരച്ച് കൊടുക്കുക. കാരണം എന്തെന്നോ, നമ്മൾ അധികവും കൗണ്ടർ ടോപ്പിൽ പച്ചക്കറി ആകട്ടെ അല്ലെങ്കിൽ എണ്ണമയാകട്ടെ എല്ലാം കൗണ്ടർ ടോപ്പിലാണ് ചെയ്യണതില്ലേ. അപ്പോൾ എൻ്റെ ഇവിടെ കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. കറണ്ട് പോയതാണ് ഇപ്പോൾ കണ്ടത്. അത് സാരില്ല. അപ്പോൾ ഒത്തിരി വെളിച്ചത്തിൻ്റെ കുറവായിരിക്കും, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വീണ്ടും നല്ലതുപോലെ ആ ഒരു ടവല് വാഷ് ചെയ്തെടുത്ത് വന്നിട്ട് പിന്നെ നന്നായിട്ട് ഒന്നും കൂടി തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പ് ഞാനൊരു ജനലൊന്ന് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ കൗണ്ടർ ടോപ്പ് നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടാൽ നമുക്ക് എന്ത് കുക്കിംഗ് ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ എല്ലാ പണിയും കഴിഞ്ഞാൽ ആദ്യം ഗ്യാസ് സ്റ്റോപ്പ്, പിന്നെ നമ്മളുടെ കൗണ്ടർ ടോപ്പ് ഇതൊക്കെ വൃത്തിയാക്കിയിട്ടാൽ പിന്നെ നമുക്ക് ഒരു ജോലിയൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആ ഒരു കൈയോടെ സൂപ്പറായിട്ട് തുടച്ചെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല. ഇപ്പോൾ ലൈറ്റൊക്കെ വന്നിട്ട് കറണ്ട് വന്ന ഒരു സമയത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടുത്ത ടിപ്പ് നമ്മൾ നോക്കേണ്ടത് അതേ രീതി തന്നെയാണ്. കൗണ്ടർ ടോപ്പിൽ നമ്മൾ ഇതുപോലെ അർജൻറ്റിലായിരിക്കില്ലേ, പച്ചക്കറിയൊക്കെ വെട്ടി മുറിച്ചിട്ട് അപ്പോൾ കൗണ്ടർ ടോപ്പും ക്ലീൻ ചെയ്യണം, ഇതൊന്നും എടുത്ത് മാറ്റി കളയണം, അങ്ങനെയൊന്നും വേണ്ട. ഇതുപോലെ നമ്മൾ കട്ടിംഗ് ബോർഡ് ഉണ്ടായാലും എടുക്കില്ല അല്ലേ, കട്ടിംഗ് ബോർഡിൽ ഇതേ രീതിക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴും നമ്മൾ എന്താ ചെയ്യണം, ഈ കട്ടിംഗ് ബോർഡോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് കളയണം അല്ലേ. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഒരു കവർ എടുക്കാം. കവർ എടുത്തതിന് ശേഷം അതുപോലെ ഒന്ന് ചുരുട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ കട്ടിംഗ് ബോർഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതുപോലെ കവർ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് എത്ര പച്ചക്കറിയുടെ തൊലി വേണമെങ്കിലും ഇതിൽ കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആകെപ്പാടെ ഒരു ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കൗണ്ടർ ടോപ്പ് ആകട്ടെ ഇനി കട്ടിംഗ് ബോർഡ് ആകട്ടെ. അപ്പോൾ ഞാൻ രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പച്ചക്കറി വേസ്റ്റൊക്കെ ഈ ഒരു കവറിൽ ഇതേ രീതിക്ക് ഒന്ന് തള്ളിക്കൊടുത്താൽ മതി. നല്ല ഈസിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തട്ടിയെടുക്കുക. എന്നിട്ട് ഇപ്പോൾ കണ്ടില്ലേ കവറിൽ ഫുള്ളായിട്ട് നമ്മൾ പച്ചക്കറി തോടൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പ് ആകട്ടെ നമ്മൾ കട്ടിംഗ് ബോർഡ് ആകട്ടെ ഒന്നും കഴുകേണ്ട ആവശ്യമില്ല. അതുപോലെ ഇത് നമുക്ക് റോസ് പൂ ചെടിയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫ്രണ്ടിലൊക്കെ വെക്കുമല്ലോ, അതിലേക്കൊക്കെ ഇട്ട് കൊടുത്താൽ മതി. നല്ലൊരു വളവും കൂടിയാണ് കേട്ടോ.
അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ എത്ര നീറ്റോടുകൂടി നമ്മളെ കൗണ്ടർ ടോപ്പ് ആകട്ടെ കട്ടിംഗ് ബോർഡാകട്ടെ നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുക്കളയിലത്തെ ദുർഗന്ധം ഉണ്ടാവില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ, ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരാം. ടേക്ക് കെയർ, ബൈ, താങ്ക് യു.